എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ വ്ളോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞങ്ങൾ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്കൊക്കെ വെളിയിലിറങ്ങി തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണിപ്പം. അപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ കലഞ്ഞൂർ കഴിഞ്ഞിട്ട് കൂടൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരു മൺപാത്രങ്ങളുടെയൊക്കെ ഒരു കട കണ്ടു. കുക്കർ, നോൺ സ്റ്റിക്ക് പാനുകൾ, പിന്നെ വെള്ളം നിറയ്ക്കാനുള്ള കൂജകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ മൺപാത്രങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊരു നല്ലൊരു കളക്ഷൻസാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കാണാൻ. നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് വെളിയിൽ നിന്നപ്പോൾ ഒന്ന് കണ്ടതേ ഉള്ളൂ. ഇതെല്ലാം കണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കൂടലിലൊന്ന് പോകാവുന്ന, അതായത് കലഞ്ഞൂർ, പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനടുത്ത ഗ്രാമമാണ് കൂടലെന്ന് പറയുന്നത്. എന്താ പറയണ്ടേ, വളരെ ഭംഗിയും ഒരുപാട് മരങ്ങളും ഭയങ്കര രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മയിലിനെ കാണാൻ പറ്റും. കാര്യം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ശബരിമല ആ അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പക്ഷികളും കാട്ടുപന്നിയും മയിലും ഒക്കെ എപ്പോഴും നമുക്ക് ഇവിടെ നമ്മുടെ ഏരിയയിലുമൊക്കെ കാണാൻ പറ്റാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലോ. ഈ തട്ടിൽ നമ്മൾ സാധാരണ വരുമ്പോൾ എപ്പോഴും പൈനാപ്പിൾ കൃഷി ഉള്ളതാണ്, ഇപ്പം കാണുന്നില്ല. നമ്മൾ ഏകദേശം വീടൊക്കെ അടുക്കാറായി. ഇത് കണ്ടല്ലോ, ഇതൊരു കനാലാണ് ഈ സൈഡിൽ കാണുന്നത്. ഇത് വെള്ളം നിറയുമ്പോൾ അവർ തുറന്നു വിടും ഈ കനാലിൻ്റെ സൈഡിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മയിലിനെ കാണാവുന്ന. കണ്ടല്ലോ, ഒരു ചെറിയ മയിൽ. ഇത് ആൺമയിലാണെന്ന് തോന്നുന്നു. നമ്മളെ കണ്ടുകൊണ്ട് അതങ്ങ് ഓടിപ്പോകും വണ്ടി കണ്ടുകൊണ്ട്. സാധാരണ അവർ ഈ ഏരിയയിലൊക്കെ തന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് പോത്തതേ ഉള്ളൂ. ആരും അവരെ ഉപദ്രവിക്കാറൊന്നുമില്ല. എപ്പോഴും അമ്മയും കുറച്ച് കുഞ്ഞുങ്ങളും അങ്ങനെ കാണും. ഞങ്ങൾ കൂടുതൽ വീട്ടിലെത്തിയതുകൊണ്ട് നേരത്തെ ഇവിടെ പാലമില്ലായിരുന്നു, 2 ആഴ്ചയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഞങ്ങളുടെ കൂടൽ അമ്മയുടെ കൃഷികളാണ് കേട്ടോ. ഞങ്ങൾ അകത്തോട്ടൊന്നും ഒരുപാട് കയറാൻ പോയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടും അവിടെ പ്രായമായ അമ്മൂമ്മയുള്ളതുകൊണ്ടും അച്ഛനും 60 വയസ്സിന് മുകളിലുള്ളതുകൊണ്ടൊന്നും ഞങ്ങൾ വെളിയിൽ നിന്ന് സംസാരിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് എല്ലായിടും ഒന്ന് കണ്ടിട്ട് അച്ഛനെയും കണ്ടിട്ട് അപ്പം തന്നെ ഞങ്ങളിഞ്ഞ് പോരുന്നു. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാട്ടോ. തൈയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറച്ച് കായ്ച്ചായിരുന്നു ഇപ്രാവശ്യം. അതിൽ നിന്ന് ഒരു ചെറിയൊരു തണ്ട് ഞങ്ങൾക്ക് മുറിച്ച് തന്നു നടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഇത് കണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇത് 2 സൈഡും റബ്ബർ തോട്ടമാണിതിപ്പം. അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിലും എല്ലാ വീടുകളിലും അത്യാവശ്യം കൃഷികളും കാര്യങ്ങളും മാവും പ്ലാവും ചക്കയും കപ്പയൊക്കെ അത്യാവശ്യം എല്ലാ വീടുകളിലും നടുന്നവരാണ് കൂടുതലും ഈ ഏരിയയിലൊക്കെ ഉള്ളവർ. ഇത് കണ്ടല്ലോ, നല്ല 1 തരം കമ്പിളി നാരങ്ങ, അടിപൊളിയല്ലേ. ഇത് കണ്ടോ, ഒരു വീടിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ അവർ കൃഷി ചെയ്തേക്കുന്നതെന്ന് വെണ്ടയ്ക്ക. അത്യാവശ്യം എല്ലാം നന്നായിട്ട് കായ്ച്ചിട്ടുമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കുമ്പോഴാണ് 2 പന്നിക്കുട്ടികൾ ഇങ്ങനെ പോകുന്നത് കണ്ടത്. അപ്പം ഞാൻ സാധാരണ ഇതുങ്ങൾ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാറില്ല.
അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ നേരെ ഇതിങ്ങനെ തിരിഞ്ഞു കണ്ടു. ഞാൻ ഓടി പെട്ടെന്ന് അകത്ത് കയറി. കാര്യം ഇവിടെ ഒരുപാട് പേരെ ഇവർ ഉപദ്രവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ പകലെന്നോ രാത്രിയൊന്നും ഇല്ല, ഇപ്പോൾ എല്ലാ ടൈമിലും ഇവർ ഇപ്പോൾ ഇറങ്ങി നടക്കാറുണ്ട്. കാര്യം ഇതുങ്ങൾക്ക് ആഹാരമൊന്നും ചിലപ്പോൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും, മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടുന്നതുകൊണ്ട്. നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ എപ്പോഴും കാണും ഇത്. കാര്യം നമ്മൾ ആളനക്കം കേൾക്കും ഓടി ചെല്ലുമ്പോൾ ഇവരങ്ങ് പെട്ടെന്ന് ഓടിപ്പോവും. ഒരു സമയം കഴിഞ്ഞാൽ രാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൃഷിയൊന്നും ഇപ്പം നടാൻ പറ്റത്തില്ല. നമ്മൾ പകൽ കുഴിച്ച് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് ഇളക്കിയിട്ടേക്കുന്ന കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് വ്ലോഗ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അടിപൊളി വ്ലോഗും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ നന്നാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.